വേറെ സത്യം ഇപ്പൊ യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കുകയാണ് ചൈനയില്. ഇപ്പൊ ഏത് എക്സിബിഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് യൂറോപ്യൻസ് അമേരിക്കൻസ് ആണ്. ഇന്ത്യക്കാർ ഏഷ്യൻസ് എന്ന് പറഞ്ഞാലുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അവരാണ്. ഇപ്പം നമ്മൾ ചില ഫാക്ടറികളിൽ പോയിട്ട് നമുക്ക് ഇന്ന സാധനം വേണം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും നിങ്ങളെ മാർക്കറ്റ് ഏതാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇറിറ്റേറ്റ്, എന്താ നിങ്ങൾ എന്താ മാർക്കറ്റ് എന്താ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ പൈസ തന്നാൽ പോരെ. ഞാൻ പറയാം അല്ല, നിങ്ങൾ മാർക്കറ്റ് അറിയണം. സെയിൽസിൽ ഇരിക്കുന്ന ഇന്റർനാഷണൽ ട്രേഡിൽ ഇരിക്കുന്നത് പെൺകുട്ടികളായിരിക്കും, അതായത് പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് കഴിഞ്ഞ് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവർ പറയും അല്ല അത് മാർക്കറ്റ് അറിയാതെ പറ്റില്ല. അപ്പം ഏഷ്യ സോറി വി കനോട്ട് സെയിൽ, നമുക്ക് നിങ്ങളെ മാർക്കറ്റ് കാരണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കാരണം അവരെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അത് വില കുറച്ച് കൊടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ ബാക്കിയുള്ളതുപോലെ തന്നെ ചീപ്പായിട്ടെന്ന് പറഞ്ഞാൽ അവരെ ആ കമ്പനി തന്നെ പോകും. അപ്പൊ ചൈനയിലെ ഏഷ്യക്കാർക്ക് വലിയ നല്ല പേരൊന്നുമില്ല ഉണ്ട്, അങ്ങനത്തെ കമ്പനികളുണ്ട്. അതാണ് ഇപ്പൊ എന്തുവാണെങ്കിലും നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പൊ നമ്മള് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുക. നമ്മൾ അതിന് ആ രൂപത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല. ചൈനീസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതുമില്ല. A, B, C ഗ്രേഡ് ഉണ്ട്. എയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഗ്രേഡ് ആയി നല്ല ക്വാളിറ്റി കിട്ടും. B ആണെങ്കിൽ ആവറേജ് ആയി. സിയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സിയും അതിന്റെ അങ്ങോട്ട് D ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ രൂപത്തിലുണ്ട്. ശരി, അത് സത്യമാണ്. കാരണങ്ങൾ എന്താ എല്ലാവരും ചോദിക്കും അവിടെ വന്നിട്ട് ഇതെന്താ ഇത്ര ചൈന പ്രോഡക്റ്റ് ഇത്ര ചീപ്പായിട്ട് കിട്ടുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക്മാൻഷിപ്പാണ്. ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. ലേബർ കോസ്റ്റ് കുറവല്ല, തെറ്റിദ്ധാരണയാണ്. അതായത് എൻ്റെ സ്റ്റാഫിന് ഞാൻ അവിടെ എൻ്റെ ഒരു ഓഫീസ് സ്റ്റാഫിന് ഞാൻ 4000 RMB, അതായത് അവിടുത്തെ RMB എന്ന് പറഞ്ഞാൽ RMB എന്ന് വെച്ചാൽ ഇന്നത്തെ വെച്ചിട്ട് ഏകദേശം 7 രൂപയാണ്. അതായത് 28,000 രൂപ ഒരു 22-23 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ടാണ് അത്. പിന്നെ അവർക്ക് ഫുഡ് അക്കോമഡേഷൻ അത് ഫ്രീ ആണ്. അതും ഏകദേശം ഒരു 1500 RMB മൾട്ടിപ്ലൈ ബൈ 7. അപ്പൊ എങ്ങനെയാണ് അപ്പൊ ഈ പ്രൊഡക്ഷൻ ഇവര് വോളിയം ഹയർ വോളിയം ചെയ്യുന്നതുകൊണ്ടാണോ? അതിന്റെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറികളൊക്കെ ഹൈലി ഓട്ടോമേറ്റഡ് ആണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടറി തൊഴിലാളി അല്ലെങ്കിൽ അത് തൊഴിലാളികൾ ഒരു ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് വെച്ചാൽ 7 മണിക്ക് അലാറം റിങ് ചെയ്താൽ അവർ ഉണർന്ന് റെഡിയായി 7:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് 8 മണിക്ക് അവരെ പ്ലാറ്റ്ഫോമിലെത്തും. 12 മണിയാകുമ്പം അലാറം അടിക്കും, കംപ്ലീറ്റ് സ്റ്റോപ്പ് ലഞ്ച് ഫാക്ടറി പ്രമേസ് തന്നെ. അത് കഴിഞ്ഞ് 1 മണിക്കൂർ റെസ്റ്റ്, വീണ്ടും 1 മണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഒരു 5 മണി വരെ. 8 മണിക്കൂറോ അല്ലെ 9 മണിക്കൂറോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു അതുമല്ല. അപ്പൊ ശരിക്കും വെച്ചാൽ അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിലുള്ള ഓഫീസിലൊക്കെ അവർ വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്നാൽ അവര് കണ്ടിട്ട് ഇവിടെ തന്നെ ഇരിക്കും, പിന്നെ തിരിച്ച് അവരുടെ നാട്ടിലോട്ട് പോവില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റും, അത്രയും റിലാക്സിംഗ് ആണ് നമ്മൾ. അതാണ് എല്ലാവരും വിചാരിക്കുന്നത് കോട്ടേജ് ഇൻഡസ്ട്രി ചെറിയ ചെറിയ വീടുകൾ ചെറിയ റൂമിൽ ഉണ്ടാക്കുന്നതാണ്. അതല്ല സംഭവം. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാക്ടറി ഒരു ചെറിയ ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100-500 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സൗകര്യങ്ങളും എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫുഡ് ബാക്കിയുള്ള അക്കോമഡേഷൻ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാണ്, നല്ല എഫിഷ്യൻസി ഉള്ള വർക്ക്. എഫിഷ്യൻസിയാണ്, അതാണ് ഏറ്റവും വലിയത്. എന്തായിരുന്നാലും ചൈന ഇപ്പോൾ വേൾഡിനെ തന്നെ ഒരു എന്താ പറയാ കയ്യിലെടുക്കുന്ന ഒരു അത്ര ഒരു കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞു. ബിക്കോസ് എല്ലാ സ്ഥലത്തും അവർ ക്രോൾ ചെയ്ത് കയറി കഴിഞ്ഞു. ഇന്നിപ്പോൾ ലാസ്റ്റ് മന്ത് കെന്യയിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് ചൈന ഗവൺമെന്റ് തന്നെ കെന്യയിൽ ബ്രിഡ്ജ് കിട്ടുകയാണ്. പക്ഷെ ആ ബ്രിഡ്ജ് കെട്ടുന്നതും അവർ തന്നെയാണ്. അതിനുള്ള കോൺട്രാക്ടിങ് ലേബർ കോസ്റ്റിന് മാത്രമുള്ള ബില്ല് മാത്രം കെന്യ ഗവൺമെന്റിന് അവർ ക്ലെയിം ചെയ്യുന്നു. പക്ഷെ ഫ്രീ ആയിട്ട് ബ്രിഡ്ജ് കെട്ടി കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പരിപാടി ചൈന നെക്സ്റ്റ് കൺട്രീനെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇവർക്ക് ട്രേഡ് ചെയ്യാൻ അവിടെ എളുപ്പം സൗകര്യം ഉണ്ടാക്കുകയാണ്. പക്ഷെ നമ്മുടെ കൺട്രി ഇത്രയും നല്ല സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും നല്ല ബ്രെയിനി പീപ്പിൾ ഉണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ പൈസയൊക്കെ സ്വിസ് ബാങ്കിൽ അടഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കൺട്രിയുടെ പെട്രോൾ ഉണ്ട്, അയൺ ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, മറ്റുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക മാൻ പവർ ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ആക്ച്വലി വി ആർ നത്തിങ്. പക്ഷേ നമ്മൾ ഹൈലി റിസോഴ്സ്ഫുൾ ആണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതിന് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ വി ആർ വെരി റിലാക്സ്ഡ് ലെഥാർജിക് അബൌട്ട് അവർ ലൈഫ്. റിലാക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൊളിറ്റിക്സ് ആണ്. എന്താ വെച്ചാൽ നമുക്ക് ഫ്രീഡം ഇല്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരാൾക്കൊരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പൊളിറ്റിക്സ് ഒരു പാർട്ടി ആരാണോ അവർ തീരുമാനിക്കുന്നതല്ലാതെ കുറേ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും സർ ഇപ്പോൾ ചൈനയിൽ ഒരു 9 years ജീവിക്കുന്നു. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ഹാവ് ഹിയർ. ഇവിടുത്തെ ബിസിനസ് പീപ്പിളിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആണ്. അപ്കമിങ് ഓൺടർപ്രണേഴ്സിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു യങ്സ്റ്ററിന് സാറിൻ്റെ അഡ്വൈസ് എന്തായിരിക്കും? ഹാർഡ് വർക്കിംഗ്, ഹോണസ്റ്റി, സിൻസിയാരിറ്റി. എപ്പോഴും വെച്ചാൽ എല്ലാവരും ഇപ്പം പെട്ടെന്ന് പണം ഉണ്ടാക്കണം, പെട്ടെന്ന് എന്താ പറയുക, അധ്വാനിക്കാതെ പണം ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു സാധനം ഈ ലോകത്തില്ല. So hard working, honesty and sincerity. Three things are very important in business as well as in life. In everything. Anyways, that was a nice interview, though we have a lot of small disturbance. നമ്മൾ സാറിൻ്റെ ഒരു ബിസിയായ ഒരു യൂണിറ്റ് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ബസ്സിൻ്റെയും ലോറിയുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റി. ബട്ട് ഇറ്റ് വാസ് വെരി ലൈവ്ലി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊവൈഡിങ് യുവർ ഹാഫ് ആൻ അവർ ടൈം വിത്ത് മീ ആസ് വെൽ ആസ് അവർ വ്യൂവേഴ്സ്. Thank you very much, all of you. Thank you. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇൻ്റർനാഷണൽ സബ്ജക്റ്റാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ ഇന്ത്യ എത്ര ഹൈലി റിസോഴ്സ്ഫുൾ ആണ്, പക്ഷേ എങ്കിലും തന്നെ വി ആർ നോട്ട് ദാറ്റ് മച്ച് ടു ദ എഫിഷ്യൻറ്റ് ലെവൽ. നമ്മൾ എവിടെ എത്തിയിരിക്കണം അവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ കുറച്ച് ബാക്ക്വേർഡാണ്. ദോ വി ആർ സ്റ്റിൽ ഇൻ ഡെവലപ്പിംഗ് ഫേസ്. പക്ഷേ ചൈനയിൽ അവർ വർക്ക് ചെയ്യുന്ന ആ മോഡൽ സർ പറയുണ്ടായി, വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് ചൈന is able to place their benchmark across the globe എന്ന് തന്നെ പറയാം. സോ ഇതിന് മാത്രമല്ല, ബിസിനസ് ജീവിതമായാലും സ്വന്തം പേഴ്സണൽ ജീവിതമായാലും 3 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തേ പറ്റൂ. ഹാർഡ് വർക്ക്, ഹോണസ്റ്റി ആൻഡ് സിൻസിയാരിറ്റി. ഇത് എങ്ങനെയാണ് ജീവിതത്തിൽ ഇംപ്ലൈ ചെയ്യുന്നത്? ഒരു ഹാർഡ് വർക്ക്, ഹോണസ്റ്റി, സിൻസിയാരിറ്റി ഉണ്ടെങ്കിൽ ബിസിനസ് ലൈഫ് ഇസ് സക്സസ്ഫുൾ. When the business life is successful, automatically our personal life is successful. So both are interconnected. ഇത്രയും നല്ല എപ്പിസോഡ്, ഇത്രയും നല്ല ആൾക്കാർ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് അതിനെ നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായിരുന്നാലും ഇത്രയും നല്ല എപ്പിസോഡായിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാണ്. Until then, it's me, Smita, signing off. Take care. So viewers, ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? I repeat the question. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക. നന്ദി. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778.